കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണം. എന്തിനാ ഞാൻ ക്ഷമിക്കുന്നത്? നീ എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? കുഞ്ഞേച്ചി ഞാൻ നീ എന്നോട് ചെയ്തതൊക്കെ ഒരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ ക്ഷമിക്കേണ്ടതുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നീ ഓർക്കുന്നുണ്ടോ, അമ്മയും നമ്മൾ 3 പെൺമക്കളും മാത്രമായിട്ട് താമസിക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ തല്ല് പിടിക്കുന്ന അന്ന് നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അത് കഴിഞ്ഞതേ നമ്മൾ കൂട്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എനിക്കിപ്പോഴും. എനിക്കേ നീ അന്നത്തെ എന്റെ കുഞ്ഞനുജത്തി തന്നെ. കുഞ്ഞേച്ചിക്ക് എന്നോട് ദേഷ്യമില്ല. 2 വഴക്കെങ്കിലും എന്നെ പറ. എന്തിന്? നീ എന്റെ കുഞ്ഞനുജത്തിയല്ലേ? കുഞ്ഞേച്ചി എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും എന്നെ ഒന്ന് വഴക്ക് പറ. ഈ പരിക്ക് പറ്റി കിടന്നത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? മാത്രമല്ല, കുറച്ചേരമെങ്കിൽ കുറച്ചേരം നീ എന്റെ അടുത്ത് വന്നിരുന്നില്ലേ? മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റി. എനിക്കതും മതി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ പെരുമാറിയപ്പോ എന്റെ സ്വഭാവത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അതൊക്കെ നേരാ. അതൊന്നും കുഞ്ഞേച്ചിയോടുള്ള ദേഷ്യം കൊണ്ടല്ല. സത്യമ്മ കുഞ്ഞേച്ചിയെ സത്യമോളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ എന്നെയും പപ്പിമോളെ മാറ്റി നിർത്താൻ തുടങ്ങിയ പോലെ. അപ്പൊ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ സത്യമ്മ ആ സമയത്ത് മനഃപൂർവ്വം പക്ഷഭേദം കാണിക്കുമായിരുന്നു. കുഞ്ഞേച്ചി സത്യങ്ങളൊന്നും ആരും അറിയുന്നില്ലല്ലോ. ശ്യാമേ, കഴിഞ്ഞതൊന്നും നീ ഓർക്കണ്ട. സത്യമ്മയ്ക്ക് ഇവിടെ യാതൊരു വേർതിരിവുമില്ല. അതല്ല കുഞ്ഞേച്ചി സത്യം. അതൊക്കെ നിന്റെ തോന്നലാ ശ്യാമേ. ഞാനും അങ്ങനെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ നോക്കിയതാ. പക്ഷെ പപ്പിമോളും കൂടി പറഞ്ഞപ്പോ ശ്യാമേ, നീ അങ്ങോട്ട് മാറി നിൽക്ക. ശ്യാമേ, കഴിഞ്ഞതൊന്നും നീ ഓർക്കണ്ട. സത്യമ്മയ്ക്ക് ഇവിടെ യാതൊരു വേർതിരിവുമില്ല. ശരിയാ, തെറ്റുകൾ എന്റെ ഭാഗത്തും വന്നിട്ടുണ്ട്. വിഷ്ണുവിന്റെ മോളാണ് സത്യം എന്നറിഞ്ഞപ്പോ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എല്ലാ സ്നേഹവും കൂടി ശാലിനിയിലേക്കും സത്യയിലേക്കും പോയപ്പോ ശ്യാമയും പപ്പിമോളെയും ഞാൻ മനഃപൂർവ്വം എന്നിൽ നിന്ന് അകറ്റിയതാ. അതെ, അത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ.